ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർഷയുടെ അമ്മ വന്ന് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അന്ന് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് സച്ചി മാക്സിമം വരാതിരിക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നൊക്കെ. അപ്പോഴത്തേന് ചന്ദ്രമതി പറയും, ഞാനത് നോക്കിക്കോളാം, അവൻ വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, എന്തായാലും ഞങ്ങളോ സഹിക്കുന്ന, ഇനി നിങ്ങളായിട്ട് അതിനൊന്നും സഹിക്കേണ്ട ഗതികേട് വരികയില്ലെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുകയാണ് മഹിമയെ. അന്നേരം മഹിമ ഊറിച്ചിരിക്കുന്നൊക്കെയുണ്ട്. മഹിമയ്ക്ക് ഭയങ്കര സന്തോഷമായി. ചന്ദ്രമതി പിന്നെ ആകെ ടെൻഷനിലാണ്, എങ്ങനെ ഈ കാര്യം എല്ലാവരുടെ അടുത്തും അവതരിപ്പിക്കും. രവിയേട്ടൻ നടപ്പൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേന് ചന്ദ്രമതി ഓടിച്ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, രവിയേട്ടൻ അങ്ങ് വിയർത്തല്ലോ, ഇങ്ങനെ എന്തിനാണ് നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനൊരു ജ്യൂസ് എടുക്കാമെന്നൊക്കെ പറയും. അന്നേരം എന്താ ചന്ദ്രൻ നിനക്ക് ഇത്ര ഇതെന്നൊക്കെ ചോദിക്കും. എന്നാൽ പിന്നെ ജ്യൂസ് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് സോപ്പിട്ട് പതപ്പിക്കുകയാണ്. അന്നേരത്തേന് തന്നെ രവിയേട്ടന് മനസ്സിലാകുന്നുണ്ട് എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ നീ ഇവിടെ ഇരിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കും. നീ ഇങ്ങനെ എന്നെ ഒരുപാട് സൂചിപ്പിക്കുന്നൊക്കെ ഉണ്ടല്ലോ, കാര്യം എന്നാ പറയാൻ പറയും. അത് പിന്നെ ഇവിടെ വർഷയുടെ അമ്മ വന്നായിരുന്നു എന്ന് ചോദിക്കും. എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. എന്നെ പറയും, അവിടുത്തെ ഫംഗ്ഷനുള്ള ഒരുക്കങ്ങളെല്ലാം അവർ നടത്തി, പിന്നെ അവർക്ക് ആകെ ഒരു പേടിയേ ഉള്ളൂ, അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമോയെന്ന് ചോദിക്കും. അത് തന്നെയല്ല, അവിടെ ഇപ്പോൾ ആകെ വരുന്നവരൊക്കെ വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെയാണല്ലോ, അതിനിടയിൽ സച്ചി വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ടെന്ന് പറയും. അന്ന് തന്നെ രവിയേട്ടൻ്റെ ഫംഗ്ഷൻ്റെ അന്ന് തന്നെ സച്ചി ബഹളം വെച്ച് എന്തെല്ലാം പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയും. അത് നീ എന്തായി പറഞ്ഞു വരുന്ന ചോദിക്കും. അതല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോഴത്തേന് ഈ ടാക്സി ഡ്രൈവറായ ഇവൻ ചെന്ന് അവിടെ ചെന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചോദിക്കും. അത് കേട്ടുകൊണ്ട് രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ടാക്സി ഡ്രൈവർക്ക് ഇത്ര കുഴപ്പം, ടാക്സി ഡ്രൈവർമാർ മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ എന്നൊക്കെ ചോദിക്കും. അതെ, എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറുപടി പറയാനുള്ള വോയിസ് ഉണ്ടെന്ന് പറഞ്ഞ് രേവതി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ ചന്ദ്രമതിയോട് രവി ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ഉദ്ദേശം, സച്ചി ആ പ്രോഗ്രാമിന് വരരുത് എന്നല്ലേ എന്ന് ചോദിക്കും. അത്രയല്ലേ ഉള്ളെന്ന് ചോദിക്കും. അതേ ഉള്ളതെന്ന് പറയും. എന്നാൽ പിന്നെ സച്ചി ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് രവീന്ദ്രൻ അങ്ങനെ പറയുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ട് സച്ചി കയറി വരുന്നത്. സച്ചി ചോദിക്കുക, എന്താ അച്ഛാന്ന്. അല്ല, പിന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഫംഗ്ഷൻ അന്ന് ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നൊരു ടെൻഷൻ നിൻ്റെ അമ്മയ്ക്കുണ്ടെന്ന്. ആരാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഞാനിപ്പം കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ഇവൻ ഇപ്പം തന്നെ പറയുന്ന കേട്ടില്ലേ ഇങ്ങനെയൊക്കെ, അതുകൊണ്ട് ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും. എന്നാൽ പിന്നെ അവൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം സച്ചി ചോദിക്കുക, എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ രേവതി എന്ന് പറയും, അവരുടെ ഫംഗ്ഷന് സച്ചിയേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാകുമെന്ന് വർഷയുടെ അമ്മ വന്ന് പറഞ്ഞ് എന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ പറയും, ശരിയാ, ഇവൻ പോകുന്നില്ലെങ്കിൽ പിന്നെ ഒരു ഓർഡർ കൊടുക്കാം, നമുക്ക് 2 ബിരിയാണി മേടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കൊരു ബിരിയാണി എനിക്കൊരു ബിരിയാണി എന്ന് പറയും. അതെന്താ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പറയും, ഞാനും വരുന്നില്ല എൻ്റെ മോൻ ഇല്ലാത്തടത്തുനിന്ന്. അപ്പോൾ രേവതി പറയും, എൻ്റെ ഭർത്താവ് ഇല്ലാത്തടത്തോട്ട് ഞാനും വരുന്നില്ലെന്ന്. അപ്പോൾ അങ്ങോട്ട് വരുന്ന ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന്. ശ്രുതിയും പറയും, ശരിയാ, സച്ചി എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്, എന്തായാലും എൻ്റെ മകൻ ഇല്ലാത്തടത്തോട്ട് ഞാൻ വരുന്നില്ല, അതുപോലെ തന്നെ രേവതിയും വരുന്നില്ല, നിങ്ങൾ പോയി ഫംഗ്ഷനൊക്കെ നന്നാക്കിയാൽ മതി എന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷനാവും. അതെന്താ രവിയേട്ടൻ വരാതെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വരുന്നില്ല, അത്ര ഉള്ളെന്ന് പറയും. അതൊക്കെ കേട്ടോണ്ടാണ് ആ സമയത്ത് വർഷം ശ്രീകാന്തും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്താ ഞങ്ങളില്ലാതെ ഒരു ഫാമിലി മീറ്റിംഗ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ ചോദിക്കുമ്പോഴത്തേന് ഇവരോട് ഇങ്ങനെ പറയും, സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അത് കാരണം ഈ ഫംഗ്ഷന് സച്ചിയേട്ടൻ വരുന്നില്ലെന്ന്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. വർഷയുടെ അമ്മ വന്നപ്പം പറഞ്ഞാന്ന് പറയും. എന്നാൽ ഞാൻ അമ്മയെ വിളിച്ചിട്ടേ ഉള്ളൂ കാര്യം, ഇപ്പം ഞാൻ വിളിച്ച് ചോദിക്കാമെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. വേണ്ട മോളെ, മോളൊന്നും വിളിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഉടനെ ചന്ദ്രമതി അങ്ങ് കറങ്ങുകയാണ് കിടന്ന്. എന്നിട്ട് പറയും, ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ രവിയേട്ടൻ പറയുന്നുണ്ട്, മോനെ ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കുന്നില്ല എന്ന്. അതെന്താ അച്ഛൻ പങ്കെടുക്കുന്നില്ലാത്തത്, എൻ്റെ മോനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൽ പങ്കെടുക്കത്തില്ലെന്ന് പറയും. അന്നേരം ഉടനെ രേവതിയും പറയും, പക്ഷേ ഞാനും വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ആരുമില്ലെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകില്ല എന്ന് പറയും. അപ്പോൾ രേവതിയുടെ അടുത്ത് വന്ന് വർഷയും പറയുന്നുണ്ട്, നമ്മൾ കുടുംബം ഒന്നും ഇല്ലാതെ തന്നെയാണ് പോയി കല്യാണമൊക്കെ കഴിച്ച്, അന്ന് കുടുംബത്തിൻ്റെ വിടവ് നികത്തിയത് രേവതി ചേച്ചിയൊക്കെ ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ. ശ്രീകാന്തും പറയും, കല്യാണം കഴിക്കാൻ നേരത്ത് നിങ്ങൾ ആരുമില്ലാത്തതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും. ചന്ദ്രമതിക്ക് മാത്രം പക്ഷേ ഇഷ്ടപ്പെടുന്നില്ല സച്ചിൻ രേവതി ഈ പ്രോഗ്രാമിന് വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയും, എൻ്റെ ഏട്ടൻ വരും, എനിക്ക് ഉറപ്പാണ്, ഞാൻ
വിളിച്ചാൽ എൻ്റെ ഏട്ടൻ വരുമെന്ന് പറയും. ഞാനൊന്നും വരുന്നില്ലെന്ന് ഉടനെ സച്ചി പറയുന്നുണ്ട്. അതൊന്നുമല്ല, എൻ്റെ ഏട്ടനില്ല, ഞാൻ ഈ പ്രോഗ്രാമിന് പോകില്ല എന്ന് പറഞ്ഞ് സച്ചിയുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് ശ്രീകാന്ത്. എന്നിട്ട് സങ്കടത്തോടു കൂടി നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.